പൊതുവേ എല്ലാവരും പറയുന്ന ഒരു വാചകമുണ്ട്. നമ്മളെല്ലാവരും ഓരോ ആംഗിളിലല്ലേ മനസ്സിലാക്കുന്നതെന്ന്. ഈ ആംഗിൾ എന്ന് പറയുന്നതിൻ്റെ വാക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ ഒറിജിനൽ അർത്ഥം, യൂണിവേഴ്സൽ അർത്ഥം, അതായത് ആംഗ് ഇൾ എന്ന് പറയുന്നത് കൊണ്ട് ശരിക്കും എന്താണ് ഉദ്ദേശിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ വാക്ക് ഉപയോഗിച്ചിട്ട് പറയത്തില്ല. ആംഗിൾ എന്ന് പറഞ്ഞാൽ വളഞ്ഞ ദിശ എന്നാണ് അർത്ഥം. വളഞ്ഞ ദിശ, ഏറ്റവും വളഞ്ഞ ദിശ, അതാണ് ആംഗിൾ. അപ്പോൾ നിങ്ങൾ ഇനി അത് പറയുമോ? നമ്മളെല്ലാവരും ഓരോ വളഞ്ഞ ദിശയിലാണല്ലോ കാണുന്നത്, അങ്ങനെ പറയുമോ? അങ്ങനെ ആരും പറയത്തില്ല. കാരണം പറഞ്ഞാൽ ക്രെഡിബിലിറ്റി പോയില്ലേ. ഞാൻ കാണുന്നതെല്ലാം വളഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ അർത്ഥം, റിയാലിറ്റിയിൽ എന്താണെന്ന് കൂടി ബോധ്യം ഉണ്ടാവണം. മനസ്സിലായോ? അപ്പോൾ ജാതി എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുമുണ്ട്. ശരീരത്തിൻ്റെ ജാതിയുണ്ട്. ശരീരത്തിൻ്റെ ജാതിയും ആ ശരീരമുള്ള ഒരു അദ്വൈതാർത്ഥം ചിന്തിക്കുന്നത്, കാണുന്നത്, അനുഭവിക്കുന്നത്, അതേപോലെ സൃഷ്ടിക്കുന്നത്, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. യൂണിവേഴ്സിൽ ഒരിക്കലും സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന ഒരു വകഭേദം ഇല്ല. യൂണിവേഴ്സിലില്ല. യൂണിവേഴ്സിലുള്ള പ്രിൻസിപ്പിള് ഗിവർ, റിസെപ്റ്റർ എന്ന് പറയുന്ന രണ്ട്, അതായത് ആരാണോ കൊടുക്കുന്നത്, ആരാണോ സ്വീകരിക്കുന്നത്, ആ സ്വീകരണവും കൊടുക്കലും, ഈ രണ്ട് തത്വങ്ങളെ യൂണിവേഴ്സിലുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ ശരീരം, ആ ശരീരമാണ് ഇനീഷ്യലായിട്ടുള്ള ഒരു ശരീരത്തിൻ്റെ കൺസ്ട്രക്റ്റിൻ്റെ ആദ്യത്തെ ഒരു വിത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ശരീരമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പുരുഷനാണ്, എന്നിൽ ബീജം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനല്ല. രാവിലെ എഴുന്നേറ്റിരുന്ന് ഞാൻ പല സാധനങ്ങൾ കൂട്ടിച്ചേർത്തിട്ടല്ല ബീജം ഉണ്ടാക്കുന്നത്, അത് ശരീരം തനിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, ആസ് എ റിസൾട്ട്. അതുപോലെ തന്നെ ആ ബീജത്തെ ഒരു മനുഷ്യ ശരീരമാക്കി മാറ്റുന്നത് മറ്റൊരു ശരീരമാണ്. ഇപ്പം അതൊരു, ആ ശരീരം, സ്ത്രീ എന്ന് പറയുന്ന ശരീരമാണ് അത് ചെയ്യുന്നത്, അല്ലാണ്ട് ആ വ്യക്തിയല്ല. ആ വ്യക്തി രാവിലെ എഴുന്നേറ്റിരുന്ന് ഈ ബീജത്തെ ഇരുന്ന് നോക്കി, പിന്നെ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാക്കി കൊത്തിയെടുത്ത് വലിച്ച് വലുതാക്കി നീട്ടി വലുതാക്കി അങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? അല്ല, ആ ശരീരത്തിൻ്റെ നാച്ചുറൽ പ്രൊഡ്യൂസാണത്. ഒന്നും ചെയ്യണ്ട, ഇടക്കിടക്ക് ആവശ്യമുള്ള വെള്ളവും ഫുഡും ഇങ്ങനെ അണ്ണാക്കിലൂടെ കൊടുത്താൽ മതി. അത് കൊടുക്കുന്നത് അയാളുടെ ആരോഗ്യത്തിനാണ്, പക്ഷെ അത് അതിൻ്റെ അകത്തുനിന്ന് സ്വീകരിച്ചോളൂ. അപ്പോൾ ശരീരം അതിൻ്റെ നോർമാലിറ്റിയിൽ തന്നെ ഫങ്ഷൻ ചെയ്തോളൂ, അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇവിടുന്ന് ഈ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റ് ഉണ്ടായത്, അത് ശരീരത്തെ മാത്രം വിളിക്കുന്നതാണ്. പക്ഷേ അതിലിരിക്കുന്ന അദ്വൈതാർത്ഥം, അതായത് ഈ ലോകത്തെ അനുഭവിക്കുകയും അനുഭവിക്കുന്നതിൽ നിന്ന് പ്രകടിപ്പിക്കുകയും ഗുണരസബോധം, ഓരോന്നിനെ വ്യത്യസ്തമായിട്ടുള്ള ഗുണരസബോധങ്ങളെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് സൃഷ്ടി നടത്തുകയും ചെയ്യുന്ന അദ്വൈതാർത്ഥം, അത് വേറൊരു സംഭവമാണ്. അത് സ്ത്രീയിലും പുരുഷനിലും ഇരിക്കുന്ന ആൾ ഒരേപോലെയാണ് ചെയ്യുന്നത്. ഈ ലോകത്തെ മനസ്സിലാക്കുന്നത് ഈ സ്ത്രീ ശരീരമുള്ള പുരുഷ ശരീരമുള്ള അദ്വൈതാർത്ഥം ഒരുപോലെയാണ്, ഒരു വ്യത്യാസവും. അപ്പോഴാണ് പറയുന്നത്, അല്ല നമ്മൾ ഓരോരുത്തരും വളഞ്ഞ ദിശയിലാണല്ലോ നമ്മൾ അതെ, വളഞ്ഞ ദിശയിലാണ്, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് നീയാണ്. ഞാൻ നേരായ ദിശയിലാണ് നോക്കുന്നത്, ഞാൻ നേരിട്ട് അനുഭവിച്ച് കാണുന്ന കാര്യങ്ങളെയാണ് എടുക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ശരിയാണ്, നമ്മളൊരു കഥ കേൾക്കുമ്പോൾ, ഒരു കഥ നമ്മൾ കേൾക്കുമ്പോൾ 100 പേര് കേൾക്കുമ്പോൾ 100 രീതിയിലാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അത് കഥയാണ്, കഥയായതുകൊണ്ടാണ്. പക്ഷേ ഒരു ആപ്പിൾ എടുത്ത് വെച്ചിട്ട് ആപ്പിൾ 100 പേരും കഴിക്കുമ്പോൾ അതിൻ്റെ നിറം, അതിൻ്റെ ആകൃതി, അതിൻ്റെ മണം, അതിൻ്റെ ടേസ്റ്റ്, പിന്നെ അത് കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഊർജം, ഇതെല്ലാം ഒരുപോലെ ഇരിക്കും. അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല, സെയിമാണത്. അത് മനസ്സിലാക്കുന്ന രീതി, കാണുന്ന രീതി, അതിനെ സ്മെല്ല് ചെയ്യുമ്പോഴും ടേസ്റ്റ് ചെയ്യുമ്പോഴും അത് ഒരുപോലെയാണ്. ഇതിനെയാണ് കോമണാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അനുഭവത്തിൻ്റെ സമാനത. ഈ അനുഭവത്തിൻ്റെ സമാനത ഇല്ലെങ്കിലേ നമുക്ക് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. ഒരാൾ സൂര്യനെ നോക്കുമ്പോൾ ത്രികോണാകൃതിയിലും, വേറൊരാൾ സൂര്യനെ നോക്കുമ്പോൾ ലിംഗത്തിൻ്റെ ആകൃതിയിലും, ഒരാൾ സൂര്യനെ നോക്കുമ്പോഴത്തേക്ക് ചതുരത്തിലുമാണ് കാണുന്നതെങ്കിൽ നമുക്കൊരിക്കലും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. എല്ലാവരും സൂര്യനെ കാണുമ്പോൾ വൃത്തത്തിലാണ് കാണുന്നത്. അപ്പോൾ ഏത് കാര്യത്തെ ഏതൊരാൾ വീക്ഷിക്കുമ്പോഴും അയാൾ കാണുന്നത് ഒരേ രീതിയിലാണ്.
എല്ലാവരും. മനസ്സിലായോ? ഏതൊരു കാര്യത്തെയും നമ്മൾ മനസ്സിലാക്കാനായിട്ട് മൂന്ന് ദിശകളിൽ നിന്ന് നോക്കണം എന്നാണ്. അപ്പോഴാണ് ഒരു കാര്യത്തിൻ്റെ പൂർണ്ണത മനസ്സിലാവുക. ഇങ്ങനെയാണ് എല്ലാ ആൾക്കാരും ചെയ്യേണ്ടതും, അങ്ങനെയാണ് മനസ്സിലാക്കുന്നതും. ഏതൊരു കാര്യത്തെയും എല്ലാവർക്കും ഒരുപോലെ തന്നെ കാണാൻ പറ്റും. അതായത് സത്യത്തെ ഒരുപോലെ കാണാൻ പറ്റുള്ളൂ, ഒരുപോലെ അനുഭവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ സാഹിത്യത്തെ 100 രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുക. അതാണ് സത്യവും സാഹിത്യവും തമ്മിലുള്ള വ്യത്യാസം. സാഹിത്യം എന്ന് പറഞ്ഞാൽ സ് ഇല്ലാത്ത ത് എന്നാണ്, കണക്കുകൂട്ടൽ മാത്രമാണ്. ഒരു കണക്കുകൂട്ടൽ കൊണ്ട്, ഭാഷയുടെ കണക്കുകൂട്ടലുകൾ കൊണ്ടാണ് ഭാഷയുടെ വ്യാകരണം എന്ന് പറയുന്നത് ഭാഷയുടെ ത് ആണ്, കൺസ്ട്രക്റ്റാണ് അതിൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത്. അതിൻ്റെ കണക്ക് വെച്ചിട്ട് ഞാനൊരു നോവൽ എഴുതാം, പക്ഷെ അത് സ് ഇല്ല, യാഥാർത്ഥ്യമല്ല. അപ്പോൾ സ് ഇല്ലാത്ത ത് ആണ് സാ ഹി ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു സാഹിത്യം കേൾക്കുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ 100 തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. മനസ്സിലായോ? അതാണ് വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. പക്ഷേ സത്യം എന്ന് പറയുന്ന കാര്യം, നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെടുന്ന കാര്യമാണ് സത്യം എന്ന് പറഞ്ഞാൽ. അതിനെങ്ങനെ 100 തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യണം? അത് ഒരു ഒറ്റ രീതിയുള്ളതിന്. ഒരു കല്ലെടുത്ത് മേളിലോട്ടിട്ട് കഴിയുമ്പോൾ അത് കല്ല് നേരെ താഴത്തോട്ട് വീഴും. എല്ലാവരും അത് അങ്ങനെയല്ലേ കാണുന്നത്? വേറൊരാൾ കാണുമോ കല്ല് മേളിലോട്ട് പോകുന്ന പോലെ? ഇല്ല. അപ്പോൾ സ്ത്രീ ശരീരമുള്ള ആളാണെങ്കിലും പുരുഷ ശരീരമുള്ള ആളാണെങ്കിലും ഒരുപോലെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ സ്ത്രീ ശരീരമുള്ളതും പുരുഷ ശരീരമുള്ളതും അദ്വൈതാർത്ഥം എന്ന് പറയുന്ന അനുഭവിക്കുകയും പ്രകടിപ്പിക്കുകയും ഗുണരസബോധങ്ങളെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് തൻ്റെ സൃഷ്ടി ഗുണങ്ങൾക്കനുസരിച്ച് സൃഷ്ടി നടത്തുകയും ചെയ്യുന്ന അദ്വൈതാർത്ഥം, അത് തൻ്റെ ശരീരത്തിൻ്റെ ജാതിക്ക് അടിസ്ഥാനമായിട്ടല്ല അനുഭവിക്കുകയും ഇതൊന്നും ചെയ്യുന്നത്. അത് ശരീരം സ്വയമേ ഫങ്ഷൻ ചെയ്യുന്നതാണ്. പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് ഗിവർ റിസപ്റ്റർ എന്ന് പറയുന്ന 2 പ്രിൻസിപ്പിൾ പ്രത്യുൽപാദനത്തിന് വേണ്ടി വരുമ്പോഴത്തേക്കാണ് പ്രത്യുൽപാദന ശരീരം, ആ ഒരു ശരീരത്തിൻ്റെ കൺസ്ട്രക്റ്റിലോട്ട് വരുമ്പോൾ ആ ശരീരം രൂപപ്പെട്ടിരിക്കുന്നു. അതിനെയാണ് നമ്മൾ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത്. പുരുഷം എന്ന് പറഞ്ഞാൽ പുരു, അതിൻ്റെ കൂട്ടം ഉള്ളത് എന്നാണ്. ആ ശരീരത്തെ വിളിക്കുന്ന പേരാ പുരുഷം എന്ന് പറയുന്നത്. നമ്മൾ പുരുഷൻ എന്നല്ല പറയേണ്ടത്, പുരുഷം എന്നാണ് പറയേണ്ടത്. സ്ത്രീ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, അതിന് ഒരു തരത്തിലുള്ള ഫിനോമിന ഇല്ല. അത് ആ ശരീരത്തെ വിളിക്കുന്നവരാണ്. സ്ത്രാ ചെയ്യുന്ന ശരീരത്തെ വിളിക്കുന്നത് കൊണ്ടാണ് അതിനെ സ്ത്രീ എന്ന് വിളിക്കുന്നത്. അത് ശരീരമാണ് ചെയ്യുന്നത്. ഒരു ബീജം ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ശരീരത്തിൻ്റെ നാച്ചുറൽ പ്രോസസ്സാണ് അതിനെ ഒരു രൂപമാക്കി മാറ്റുക എന്നുള്ളത്. അല്ലാണ്ട് ആ വ്യക്തിയല്ല അത് ചെയ്യുന്നത്. വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ശില്പിയെ പോലെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിരുന്ന് കൈ ഗർഭപാത്രത്തിലോട്ടിട്ട് അതിനെ വലിച്ചു നീട്ടി രൂപമാക്കി മാറ്റിയെടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ എല്ലാ ജാതി വ്യവസ്ഥകളുടെയും എല്ലാ കുലവ്യവസ്ഥകളുടെയും എല്ലാ രാജ്യ പാരമ്പര്യ ജനിതക ബോധ വ്യവസ്ഥയുടെയും അല്ലെങ്കിൽ സംസ്കാര പാരമ്പര്യ ജനിതക ബോധവ്യവസ്ഥയുടെയും അങ്ങനെ എന്തൊക്കെ തരത്തിൽ ശരീരം വെച്ചിട്ട് പറയുന്ന ജാതികളുണ്ട്, അതെല്ലാം ജനിതകമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ജാതികൾ, ഇതെല്ലാം തുടങ്ങുന്നതിൻ്റെ അടിസ്ഥാനം സ്ത്രീയും പുരുഷനും എന്ന് പറഞ്ഞിട്ട് അദ്വൈതാർത്ഥ ജാതി ഉണ്ടെന്ന് പറയുന്നിടത്താണ്. അത് ശരീരത്തിൻ്റെ ജാതിയാണ്. അപ്പോൾ ഈ ആരാണോ ഗുണരസബോധങ്ങളെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് സൃഷ്ടിക്കുകയും നടത്തുന്നത്, ആ അദ്വൈതാർത്ഥങ്ങൾക്ക് ഒരിക്കലും എന്തില്ല, അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത് വേറൊരു ഫെനോമിനയാണ്. അതിനില്ല. ഒരു സ്ത്രീയുടെ അണ്ണാക്കിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക, ഒരു പുരുഷ ശരീരമുള്ള അദ്വൈതാർത്ഥത്തിൻ്റെ അണ്ണാക്കിലോട്ട് ഒരു ഗ്ലാസ് ഉപ്പ് വെള്ളം ഒഴിക്കുക, രണ്ടുപേരും അനുഭവിക്കാൻ പോകുന്ന ഒരുപോലെയാണ്. രണ്ടുപേരും നിങ്ങൾ അടിക്കും. അപ്പോൾ അനുഭവിക്കുന്നത്, പ്രകടിപ്പിക്കുന്നത് ഇതെല്ലാം ഒരുപോലെ എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ള ഗുണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, സൃഷ്ടി ഗുണങ്ങളിലുള്ള വ്യത്യാസം ഉണ്ടാവും. എന്നുവെച്ചാൽ അവരൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് 3 സൃഷ്ടി ഗുണങ്ങളുണ്ട്. പിന്നെ ഗുണരസബോധങ്ങളെ തിരിച്ചറിയുന്ന സമയത്ത് ചില ആൾക്കാർക്ക് വളരെ സൂക്ഷ്മമായിട്ടുള്ള തിരിച്ചറിയാൻ പറ്റും, ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത്ര അറിയാൻ പറ്റില്ല. അത് അവരുടെ വൈബ്രേഷൻ്റെ പ്രത്യേകത, എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലിരിക്കുന്ന സെൻസിറ്റിവിറ്റിയുടെ പ്രത്യേകതയാണ്. പക്ഷെ അതൊരിക്കലും സ്ത്രീ പുരുഷ വ്യത്യാസം, ശരീരത്തിൻ്റെ വ്യത്യാസം കൊണ്ടല്ല. അപ്പം ഇത് ശരീരമെന്ന് പറഞ്ഞ് വിളിക്കുന്നതിനെടുത്ത് ഉള്ളിലോട്ട് കയറ്റുകയാണ്. അവിടെ നിന്നാണ് എല്ലാ ജാതി വ്യവസ്ഥകളും തുടങ്ങുന്നതിൻ്റെ അടിസ്ഥാന കേന്ദ്രം. ഒരു സമൂഹത്തിൽ ജാതി വ്യവസ്ഥ ഉണ്ടാക്കണമെങ്കിൽ അതിന് അടിസ്ഥാനം വേണം. ആ അടിസ്ഥാനം തുടങ്ങുന്നത് ഇവിടുന്നാണ്. ആദ്യം നമ്മൾ ഈ ശരീരത്തിൻ്റെ അപ്പിയറൻസ് വെച്ചിട്ടുള്ള ആദ്യത്തെ ജാതി തുടങ്ങുന്നത് സ്ത്രീ പുരുഷ ജാതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അപ്പോൾ അദ്വൈതാർത്ഥം സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ടെന്നാക്കും. അങ്ങനെയല്ല, സ്ത്രീ ശരീരമുള്ള അദ്വൈതാർത്ഥവും പുരുഷ ശരീരമുള്ള അദ്വൈതാർത്ഥമേ ഉള്ളൂ. അല്ലാണ്ട് സ്ത്രീയും പുരുഷനും ഇല്ല. അദ്വൈതാർത്ഥം എന്ന് പറയുന്നത് അത് യുണീക്കായിട്ടുള്ള ഇൻഡിവിജ്വൽസാണ്.
അതിൽ സ്ത്രീ ശരീരമുള്ളവരുണ്ടാവും, പുരുഷ ശരീരമുള്ളവരുണ്ടാവും. ഈ തരത്തിൽ ഇതിനെ മാറ്റിയിട്ട് പകരം സ്ത്രീകൾ ചിന്തിക്കുന്ന ഒരുപോലെയാണ്, പുരുഷൻ ചിന്തിക്കുന്ന വേറെ രീതിയിൽ, ഇങ്ങനെ രീതിയിലാക്കി മാറ്റി. അവിടെ നിന്നാണ് സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന തുല്യത ഇല്ലാണ്ടായത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തുല്യത ഇല്ലാണ്ടായത് അവിടെ നിന്നാണ്. കാരണം ഇതിൽ അനുഭവിക്കുന്ന ആൾ ഒന്ന് തന്നെയാണെങ്കിൽ പിന്നെ ആ തുല്യതക്ക് പ്രശ്നമില്ലല്ലോ. അപ്പം ആ തുല്യത കളയാൻ വേണ്ടിയിട്ടാണ് സ്ത്രീ ശരീരമുള്ള എന്ന് പറയുന്നതിന് പകരം ആ ശരീരം തന്നെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിലാക്കി. ഇവിടെയാണ് ജാതി വ്യവസ്ഥ തുടങ്ങുന്നതിൻ്റെ അടിസ്ഥാന കേന്ദ്രം. സ്ത്രീക്കും പുരുഷനും തുല്യത ഇല്ലാണ്ടായതിൻ്റെ അടിസ്ഥാന കാരണവും ഇതാണ്. അതായത് ഈ അദ്വൈതാർത്ഥങ്ങൾ സ്ത്രീ ശരീരം ഉണ്ടെങ്കിൽ പിന്നെ വേറെ രീതിയിലായിരിക്കും. സ്ത്രീ ശരീരം ഉണ്ടെങ്കിൽ അവർ ചന്ദ്രനെ കാണുമ്പോൾ ഒരു വടി പോലെ ആയിരിക്കും കാണുക. പുരുഷ ശരീരം ഉണ്ടെങ്കിൽ ആ അദ്വൈതാർത്ഥം ചന്ദ്രനെ കാണുമ്പോൾ പിന്നെ ഒരു ഇല പോലെയാണ് കാണുക എന്ന് പറയുന്ന രീതിയിലോട്ട് വന്നു. നമ്മളൊരിക്കലും ഞാനൊരു സ്ത്രീയാണ് പുരുഷനെന്നല്ല പറയേണ്ടത്. ഞാൻ സ്ത്രീ ശരീരമുള്ള അദ്വൈതാർത്ഥമാണ്, ഞാൻ പുരുഷ ശരീരമുള്ള അദ്വൈതാർത്ഥമാണെന്നാണ് പറയേണ്ടത്. അങ്ങനെയാണ് പറയേണ്ടത്, അങ്ങനെയാണ് പറഞ്ഞ് പഠിക്കേണ്ടത്. പകരം സ്ത്രീയാണ് പുരുഷനാണെന്ന് പറഞ്ഞ് അവസാനം എന്തായി? സ്ത്രീ ചിന്തിക്കുന്ന ഒരുപോലെയാണ്, പുരുഷൻ ചിന്തിക്കുന്നത് അങ്ങനെയില്ല. ചിന്തകൾ പോലും വർക്ക് ചെയ്യുന്നത് ഒരേ പ്രോസസ്സിലാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പം അങ്ങനെ വരുത്തി തീർക്കുന്നിടത്തുനിന്നാണ് ജാതി വ്യവസ്ഥ ഉണ്ടാക്കാനായിട്ടുള്ള അതിൻ്റെ ഫൗണ്ടേഷൻ അവിടെ നിന്നാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഫങ്ഷണാലിറ്റിയോ അപ്പിയറൻസോ വെച്ചിട്ട് ഒരു ജാതി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിന്നെ നിറത്തിൻ്റെ ജാതി വരും. പർട്ടിക്കുലർ നിറമുള്ള ആൾക്കാർ, കറുത്ത നിറമുള്ള ആൾക്കാർ അവർ ചിന്തിക്കുന്ന വേറെ രീതിയിലാണ്. ഞങ്ങൾ വെളുത്ത നിറമുള്ള ആൾക്കാർ അത് ഞങ്ങൾ ചിന്തിക്കുന്നത്, ഞങ്ങൾ സൂര്യജാതിയാണ്. കാരണം സൂര്യനാണല്ലോ വെളിച്ചം. അപ്പോൾ സൂര്യജാതിയിൽപ്പെട്ടവരും ചന്ദ്രജാതിയിൽപ്പെട്ടവരും വരും. നമ്മൾ ചന്ദ്രജാതി എന്ന് വെച്ചാൽ രാത്രി എന്താണ്, ഇരുട്ടിൻ്റെ ജാതി. അവർക്ക് ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രനിൽ നമ്മുടെ ബ്ലഡ് പോലും നോക്കിക്കഴിഞ്ഞാൽ കറുപ്പ് നിറമായിരിക്കും. സൂര്യജാതിയിൽ വരുന്ന ആൾക്കാർക്ക് അത് ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പായിട്ട് കാണും. കണ്ടോ? അപ്പോൾ കറുത്ത നിറമുള്ള ആൾക്കാർ ബ്ലഡ് കാണുന്നത് കറുപ്പ് നിറത്തിലായിരിക്കുമല്ലോ. ഇങ്ങനെയാണ് ഈ കറുപ്പും വെളുപ്പും എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടായത്. അത് രണ്ടാമത്തെ ജാതി വന്നതാണ്. സ്ത്രീ പുരുഷ ജാതി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പിൻബലത്തിലാണ് നിറത്തിൻ്റെ ജാതി ഉണ്ടാകുന്നത്. അതായത് കറുത്ത നിറമുള്ള ആൾക്കാർ ലോകത്തെ കാണുന്നത് വേറൊരു രീതിയിലാണ്, വെളുത്ത നിറമുള്ള ആൾക്കാർ ലോകത്തെ കാണുന്നത് വേറൊരു തരത്തിലാണ്. അതുകൊണ്ടായിരിക്കണമല്ലോ അവിടെ രണ്ട് തരത്തിലായിരിക്കും എന്നുള്ള രീതിയാണ്. അങ്ങനെയാണല്ലോ ജാതി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് തുടങ്ങിയ എവിടുന്ന? ആദ്യം സ്ത്രീ പുരുഷ. അപ്പോൾ സ്ത്രീ പുരുഷ ജാതി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് നിറത്തിൻ്റെ ജാതി വരുന്നത്. നിറത്തിൻ്റെ ജാതി എന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വളരെ പൊക്കം കുറഞ്ഞ ആൾക്കാർ അവർക്ക് വലിയ ബുദ്ധിയൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം പൊക്കമുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധി ഉണ്ടാവും. ഇങ്ങനെ ഒരു രീതി വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഏറ്റവും പൊക്കം കുറഞ്ഞ ആൾക്കാർ അവർക്ക് അവർ മോശമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ അത് മോശമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പൊക്കം കൂടിയ ആൾക്കാർക്കാണെങ്കിൽ എന്തോ ഭയങ്കര പ്രത്യേകതയുണ്ടോ, അല്ലെങ്കിൽ ശരീരത്തിന് വലിപ്പമുള്ള ആൾക്കാർക്ക് അത് വേറൊരു ജാതിയായി മാറും. അപ്പോൾ ഇങ്ങനെ ശരീരത്തിൻ്റെ അപ്പിയറൻസ് വെച്ചിട്ടും ശരീരത്തിൻ്റെ ഫങ്ഷണാലിറ്റി വെച്ചിട്ടും ഉള്ളിലിരിക്കുന്ന അദ്വൈതാർത്ഥം, ലോകത്തെ ഗുണരസബോധങ്ങൾ തിരിച്ചറിയുകയും സൃഷ്ടി നടത്തുകയും ചെയ്യുന്ന അദ്വൈതാർത്ഥത്തിന് ഈ ശരീരത്തിൻ്റെ ബാഹ്യമായ അപ്പിയറൻസിലും ഫങ്ഷണാലിറ്റിക്ക് അനുസരിച്ചുള്ള അതേ രീതിയിൽ തന്നെയാണ് അപ്പുറത്തും ഇരിക്കുന്നത്. അപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞ് എടുത്തതെന്നാണ് ജാതി വ്യവസ്ഥയും കുലവ്യവസ്ഥയും രാജ്യ പാരമ്പര്യ വ്യവസ്ഥയും സംസ്കാര പാരമ്പര്യ വ്യവസ്ഥയും ഒക്കെ ഉണ്ടായത്. അപ്പം നിങ്ങളൊരു സ്ത്രീയാണ് പുരുഷനാണെന്ന് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജാതി വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾ. അപ്പോൾ നിറത്തിൻ്റെ ജാതി വന്നു, സൂര്യജാതിയും വന്നു, ചന്ദ്രജാതിയും വന്നു. ഈ സൂര്യജാതിയും ചന്ദ്രജാതിയും വന്ന് പിന്നെ അടുത്ത എന്താണ്? പിന്നെ ജനിതകമാണ്. ജനിതക ശ്രേഷ്ഠവാദം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. സൂര്യജാതിയിൽപ്പെട്ട ആൾക്കാർ ജനിതക ശ്രേഷ്ഠന്മാരായിരിക്കും. ചന്ദ്രജാതിയിൽപ്പെട്ട, അതായത് കറുത്ത നിറമുള്ള ആൾക്കാർ അവർ താഴ്ന്ന ജാതിയായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ജാതി വ്യവസ്ഥ രൂപീകരിക്കുന്നതിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ. അത് തുടങ്ങുന്നത് അദ്വൈതാർത്ഥത്തിന് സ്ത്രീയും പുരുഷനും ഉണ്ട്. അദ്വൈതാർത്ഥത്തിന് സ്ത്രീ ശരീരവും പുരുഷ ശരീരമേ ഉള്ളൂ. രണ്ടുപേരും ലോകത്തെ കാണുന്നത്, സത്യത്തെ മനസ്സിലാക്കുന്ന ഒരുപോലെയാണ്. അതേസമയം നമ്മളൊരു കഥ കേൾക്കുമ്പോൾ അത് സ്ത്രീയും പുരുഷനൊന്നുമില്ല, ഓരോ ആൾക്കാർ ഓരോ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യണം. അത് കഥയാണേ. കാരണം കഥ സത്യമല്ല. അപ്പോൾ അവർക്ക് ഓരോ തരത്തിൽ ഇമാജിൻ ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ ഒരിടത്തൊരിടത്ത് ശശി എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല രൂപങ്ങളിലാണ് അയാളുടെ മുഖം നിങ്ങൾക്ക് മനസ്സിൽ വരിക, അയാളുടെ വേഷങ്ങൾ വരിക. കാരണം ഇതൊരു കഥയാണ്. പക്ഷെ ഞാൻ
പ്രധാനമന്ത്രി മോഡിജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരൊറ്റ ചിത്രമേ വരുള്ളൂ, കാരണം അത് യാഥാർത്ഥ്യമാണ്. അത് സ്ത്രീയും പുരുഷനും കൊച്ചുകുട്ടി എല്ലാ ആൾക്കാരും ഒരേ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ് ഓർമ്മിക്കുക. അതാണ് യാഥാർത്ഥ്യവും കഥയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ വ്യത്യാസമാണ് മനസ്സിലാക്കുക. അപ്പോൾ ഈ ആദ്യം തന്നെ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന അദ്വൈതാർത്ഥമുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്ഥാപിച്ചെടുത്തുനിന്നാണ് സൂര്യജാതിയും ചന്ദ്രജാതിയും നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. അവിടെ നിന്നാണ് പിന്നെ പാരമ്പര്യ ജാതി ഉണ്ടാവുന്നത്, ജനിതക ശ്രേഷ്ഠവാദം. അങ്ങനെയാണ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഈ ജനിതക ശ്രേഷ്ഠവാദത്തിൻ്റെ ജാതിയും ജനിതക ശുഷ്കവാദവും വരും. ജനിതക ശ്രേഷ്ഠം വരുമ്പോൾ ജനിതക ശുഷ്കതയും വരും, അല്ലേ? ഒരു സാധനം ഏത് കാര്യമാണെങ്കിലും അത് റിയാലിറ്റിയാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതായത് ശ്രേഷ്ഠത പറയുന്നിടത്ത് ശുഷ്കത ഉണ്ടാവും. അപ്പോൾ ജനിതക ശ്രേഷ്ഠത പറയുന്നിടത്ത് ജനിതക ശുഷ്കത ഉണ്ടാവും. ശ്രേഷ്ഠതയും ശുഷ്കതയും നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോൾ ഒരു പന്നി അഴുക്കിൽ കിടക്കുന്നു, പിന്നെ വേറൊരു മനുഷ്യൻ വളരെ നീറ്റായിട്ട് വളരെ വൃത്തിയോടുകൂടി ഇരിക്കുന്നു. ഇത് രണ്ടും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വൃത്തിയുടെ കാര്യത്തിൽ ശ്രേഷ്ഠതയുണ്ട് ശുഷ്കതയുണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്നു, അത് അംഗീകരിക്കേണ്ട കാര്യമാണ്. പക്ഷെ അത് ജനിതകത്തിൽ ശ്രേഷ്ഠതയും ശുഷ്കതയും ഉണ്ടെന്ന് വരുത്തി തീർത്തത് ഈ സൂര്യജാതിയും ചന്ദ്രജാതിയും കൊണ്ടുവന്നിട്ടാണ്. കറുപ്പിൻ്റെ ആൾക്കാരും ഈ ആൾക്കാരും അങ്ങനെ ഇല്ല. അപ്പം അതും ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണം തുടങ്ങിയ ബേസ് ലൈൻ എന്ന് പറയുന്നത് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ജാതി ഉണ്ട്, അത് ശരീരത്തിൻ്റെതാണ് എന്നുള്ളത് മാറ്റിമറിച്ചിട്ട് പകരം അതെന്താക്കി, അത് ഈ ലോകത്തെ ഗുണരസബോധങ്ങളെ തിരിച്ചറിയുന്ന ആളിനും അത് രണ്ടും വ്യത്യസ്തമായിട്ടായിരിക്കും കാണുന്നത് എന്നുള്ള കള്ളത്തരം അടിച്ചിറക്കി. ഇങ്ങനെയാണ് ജാതി തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ സ്ത്രീയാണ് പുരുഷനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജാതി വ്യവസ്ഥ ഉണ്ടാക്കാനും നിലനിർത്താനുമായിട്ടുള്ള ഒരു ടൂളാണ്. നിങ്ങൾ എന്നാണോ അത് മാറ്റിയിട്ട് അദ്വൈതാർത്ഥമായിട്ട് മാത്രം നിങ്ങളെ കാണുന്നത്, ആ മൊമെൻറ്റിലാണ് സ്ത്രീ പുരുഷ തുല്യത ഉണ്ടാവുന്നതും ജാതി വ്യവസ്ഥകൾ ഇല്ലാതാവുന്നതും ഈ ജാതി കുലവ്യവസ്ഥകൾ ഇല്ലാതാവുന്നതും രാജ്യ പാരമ്പര്യ ജനിതക ബോധം ഇല്ലാതാവുന്നതും സംസ്കാര ജനിതക പാരമ്പര്യം ഇല്ലാതാവുന്നതും പകരം വ്യക്തികളെ അവരുടെ സൃഷ്ടി ഗുണങ്ങൾക്കും ഗുണരസബോധങ്ങൾക്കും അനുസരിച്ച് മാത്രം കാണുന്ന ഒരു സിവിലൈസേഷൻ ഉണ്ടാകുന്നത് അവിടുന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ജാതി ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ആംഗിളിലാണല്ലോ കാണുന്നത്. വളഞ്ഞ ദിശയിൽ നീ കാണുന്നുണ്ടാവാം, അത് വളഞ്ഞ ദിശയാണ്. അപ്പോൾ ഇതാണ് ജാതിക്ക് അടിസ്ഥാനമായ റൂട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പ്രശ്നമാണ് കറുത്ത നിറമുള്ളവർ ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞു. അവരങ്ങനെ തന്നെയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എനിവേ, അവർക്ക് പറയാൻ ഉദ്ദേശിച്ച കാര്യം അവർക്ക് പറയാൻ അറിയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കറുത്ത നിറമുള്ളവർ ഡാൻസ് കളിക്കരുതെന്ന് അവർ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? അത് അവരുടെ അതോറിറ്റി ആയിട്ട് പറഞ്ഞതാണല്ലോ. അവർ പറഞ്ഞ നാട്യശാസ്ത്രത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ് അതിൻ്റെ കാരണം? കോണ്ടക്സ്റ്റിലായിട്ട് മനസ്സിലാക്കാനായിട്ട് മനുഷ്യർക്ക് പറ്റുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും ജാതിയുടെ പ്രശ്നം എന്തുകൊണ്ടാണ്? എല്ലാവരുടെ ഉള്ളിലും ജാതി കിടക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവണേ. സത്യത്തിൽ എന്താണ്? ഒരു സ്റ്റേജിൽ ഈ മോഹിനിയാട്ടം, ഭരതനാട്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡാൻസുകൾ മുഖഭാവങ്ങളെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാണ്ട് കൈയും കാലും ഇട്ട് കോല് കളിക്കലല്ല. അത് നമ്മൾ മറ്റുള്ള ഡാൻസ് ഫോമുകൾ, അവിടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള മൂവ്മെൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടം ഇതെല്ലാം മുഖഭാവങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ മുഖഭാവങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ദൂരത്തായിരിക്കുന്നത്. അവരുടെ മുഖഭാവങ്ങൾ കൃത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ മുഖം പ്രകാശിച്ചിരിക്കണം. അപ്പോൾ നല്ലപോലെ കറുത്ത നിറമുള്ള ഒരാൾ അവിടെ മുഖഭാവങ്ങൾ എന്ത് കാണിച്ചാലും ഈ സ്റ്റേജിലിരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റില്ല. കാരണം ആ നൃത്തകല അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കറുത്ത നിറമുള്ള ഒരാളും സ്റ്റേജിൽ കയറുമ്പോൾ പൊട്ടിയടിച്ച് വെളുപ്പിക്കുന്നത്. കാരണം അത് മുഖഭാവങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഡാൻസ്. അതേസമയം നിങ്ങൾ സിനിമാറ്റിക് ഡാൻസ് കളിച്ചോ മറ്റെന്ത് വേണമെങ്കിലും കളിച്ചോ അതിന് പ്രശ്നമില്ല. അപ്പോൾ മുഖഭാവങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്റ്റേജിലിരിക്കുന്ന ആൾക്കാരെ ആ തലത്തിലോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. അവരെ ആ ഭാവങ്ങളിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വെളുപ്പിക്കുന്നത്. സ്റ്റേജിൽ കയറുമ്പോൾ വെളുപ്പിക്കുന്നത് അതുകൊണ്ടാണ്. കറുത്ത നിറമുള്ള ഒരാൾക്ക് കളിക്കരുതെന്നല്ല, പക്ഷെ കളിക്കുമ്പോൾ അയാൾ മേക്കപ്പ് ചെയ്യേണ്ടി വരും. പക്ഷെ മേക്കപ്പ് ചെയ്യുമ്പോഴൊരു പ്രശ്നം എന്താണ്? അപ്പോൾ ഒരു സ്റ്റേജിലോട്ട് കയറുന്ന സമയത്ത് ഒത്തിരി നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേശികൾ നന്നായിട്ട് അനങ്ങില്ല. അപ്പോൾ നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ ആ കറക്റ്റായിട്ടുള്ള പേശികൾ അനങ്ങിയിട്ടുള്ള ഭാവം അവർക്കൊരിക്കലും കിട്ടത്തില്ല. അത് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അത് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
ആ കറക്റ്റായിട്ട് അത് കിട്ടത്തില്ല. ഈ വെളുത്ത നിറമുള്ളവർ പോലും ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഈ ഭാവങ്ങളെ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വതസിദ്ധമായിട്ട് വെളുപ്പ് നിറമുള്ള ആൾക്കാർക്ക് അത് ഈസിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു കലയാണ്. അയാൾക്ക് നാളെ ഉപജീവനമാകേണ്ട കലയാണ്. ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയാൽ മാത്രമല്ലേ വീണ്ടും വീണ്ടും ആ പ്രോഗ്രാം കാണാനായിട്ട് ആൾക്കാർ വരുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങൾ മാത്രം കളിച്ചാൽ മതിയോ? ഇല്ല, അതൊരു ജോലിയായിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതമാർഗമായിട്ട് കാണുമ്പോൾ അയാൾ ശ്രദ്ധിക്കണം, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എൻ്റെ മുഖഭാവങ്ങളെ ആൾക്കാർക്ക് വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. കോൺടെക്സ്റ്റുമായിട്ട് മനസ്സിലാക്കണം. അതേസമയം ഒരു ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ എത്ര കറുത്ത നിറമുള്ള ഒരാൾക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ക്യാമറ വെച്ച് നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാവങ്ങളെയും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. ഇത് സ്റ്റേജിലാണ്, നമ്മളൊരു ചെറിയ രൂപം പോലെയാണ് കാണുന്നത്. ആ രൂപത്തിൻ്റെ മുഖഭാവങ്ങളാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുള്ള കോൺടെക്സ്റ്റ്, അതാണ്. അപ്പോൾ ഓവറായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുഖഭാവങ്ങൾ നല്ലതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം മുഖമാണ് അഭിനയത്തിൻ്റെ അടിസ്ഥാനം. മുഖമാണ് അടിസ്ഥാനം, ബാക്കിയുള്ളതൊക്കെ ബോണസ് മാത്രം. മുഖത്തിലാണ് എല്ലാം വരേണ്ടത് ആദ്യം. മനസ്സിലായോ? ആ തുടങ്ങുന്നത് അവിടെയാണ്. അതാണ് ഇതിൻ്റെ അകത്തുള്ള കോൺടെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഒത്തിരി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുഖഭാവങ്ങളെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇതാണ് കോൺടെക്സ്റ്റ്. പക്ഷേ ഇത് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷങ്ങൾ കൊണ്ട് ഒരു കാര്യം കറക്റ്റായിട്ട് പറയുന്നത് മാറിപ്പോയി അത് വ്യക്തിഹത്യയും പിന്നെ നിറത്തിൻ്റെ ഹത്യയുമായി മാറുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കോൺടെക്സ്റ്റ് ഇതാണ്. ഇപ്പോൾ വളരെ 3 അടി പൊക്കമുള്ള ഒരാളെ മിലിറ്ററിയിൽ എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണത്? രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ ആൾക്കാർ പറയണം അത് വിവേചനമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അത് വിവേചനമല്ല. അപ്പോൾ ഉദ്ദേശത്തെ മനസ്സിലാക്കിയിട്ടാണ് മാർഗത്തെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഉദ്ദേശമാണ് പ്രധാനം, മാർഗമല്ല എന്ന് പറയുന്നത്. ഇതേ പ്രിൻസിപ്പിളാണ്. നമ്മൾ എന്തിനെ സംബന്ധിച്ചിട്ടാണ് സംസാരിക്കുന്നത്? ഒരു സ്റ്റേജിൽ നമ്മൾ അവതരിപ്പിക്കുന്ന മുഖഭാവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോഴാണ് സ്വതവേ വെളുത്ത നിറമുള്ള ആൾക്കാർക്ക് അനായാസമായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കഴിവുള്ളവർക്കേ പറ്റുള്ളൂ. വെളുത്ത നിറമുള്ള ആൾക്കാരുണ്ടാകും, പക്ഷെ അവർക്കൊന്നും ഡാൻസേഴ്സ് ആകാൻ പറ്റില്ല. ഓരോ മേഖലകൾക്കനുസരിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് അവരവർ തന്നെയാണ് അത് മനസ്സിലാക്കി എടുക്കേണ്ടത്. ഈ കല എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇത് അഭിനയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന കലയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കണം. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ഒത്തിരി മേക്കപ്പ് ചെയ്താൽ അത് കാണിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ചെയ്യാം. കാരണം ഇത് പ്രശ്നം വരുന്ന അവരുടെ ജീവിതത്തിനാണ്. കാണികളില്ല എങ്കിൽ ഇവർ ഈ പഠിച്ചു വെച്ച കാര്യം കൊണ്ട് എന്താ ഗുണമുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്ക്. കാണികൾ വേണ്ടേ? ജീവിക്കണ്ടേ? പക്ഷെ അത് വ്യക്തിപരമായ വിദ്വേഷങ്ങളും ജാതിയുടെയും നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് പ്രശ്നമായത്. പക്ഷേ കോൺടെക്സ്റ്റ് ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഈ നിറത്തിൻ്റെ ജാതിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ തരത്തിൽ മനുഷ്യരെ വിലയിരുത്തുന്ന തരത്തിലോട്ട് വരുന്നതിൻ്റെ അടിസ്ഥാനം സ്ത്രീയും പുരുഷനും ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായോ? അപ്പോൾ സൂര്യജാതിയും ചന്ദ്രജാതിയും വരും. പിന്നെ അവിടുന്ന് നേരെ ജനിതക ശ്രേഷ്ഠവാദവും ജനിതക ശുഷ്കവാദവും വരും. അപ്പോൾ ഇതൊക്കെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ആദ്യം സ്ത്രീയും പുരുഷനെന്ന് പറയുന്ന ഒരു ജാതി ഇല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് തുറന്ന് പറയണം. അതാണ് അതിൻ്റെ ശരി. ഈ തരത്തിലുള്ള ഒരു ജാതിയും ഇല്ല. അത് ശരീരത്തിൻ്റെ മാത്രമാണ്. അത് വെച്ചിട്ടല്ല വിലയിരുത്തുന്നത്. അപ്പോൾ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന വ്യത്യാസം പോലും ഈ ഭൂമിയിലില്ല. അത് ശരീരത്തിൻ്റെ ജാതി മാത്രമാണ്. അപ്പോൾ അതുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ്, ഈ ജാതിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ എല്ലാ ആൾക്കാരും കയറി കൊളുത്തുന്നത്. അതുകൊണ്ടാണ്. കാരണം എന്തിനാ ഇത്രയും വലിയ ഇമോഷണലായിട്ട് എല്ലാവരും പ്രതികരിക്കുന്നത്? ആ പ്രതികരിക്കുന്നതിൻ്റെ കാരണം അവരുടെ ഉള്ളിൽ അത് ഉള്ളത് കൊണ്ടാണത്. അതിൻ്റെ അടിസ്ഥാനം കിടക്കുന്നുണ്ട്. അതായത് സ്ത്രീകളെപ്പോലെയാണ് നമ്മൾ, അല്ലെ പുരുഷന്മാരെ പോലെ ചിന്തിക്കുക, സ്ത്രീകളെപ്പോലെ, ഇങ്ങനെയുള്ള വ്യത്യസ്തതകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇതില്ലാത്ത ഒരു നാടായിരുന്നെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതൊരു പൊട്ടൻ എന്ന് പറഞ്ഞിട്ട് വിട്ടുകളയുള്ളൂ. എന്തുകൊണ്ടാണ് എല്ലാവരും ഇത്ര ഇമോഷണൽ ആവുന്നത്? കാരണം എല്ലാവരുടെ ഉള്ളിൽ അതുണ്ടേ. മനസ്സിലായി? പക്ഷേ എല്ലാവർക്കും അത് എടുത്ത് മാറ്റണമെന്നും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ആ പ്രതികരണം പറയുന്നത്. പക്ഷേ ഉള്ളിലുണ്ട്, അത് മാറ്റാൻ ആഗ്രഹമുണ്ട്. പക്ഷെ മാറ്റേണ്ടത്, തുടങ്ങേണ്ടത് സ്ത്രീയും പുരുഷനും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാതിയുണ്ട്. അത് അവിടെ നിന്നാണ് മാറ്റേണ്ടത്. അത് ശരീരത്തിൻ്റെ മാത്രമാണ്. അതിലിരിക്കുന്ന അദ്വൈതാർത്ഥത്തിന് സൃഷ്ടി ഗുണങ്ങളും ഗുണരസബോധത്തിൻ്റെ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതിനെ മാറ്റാൻ പറ്റില്ല. കാരണം അത് മാറ്റിയാൽ പിന്നെ ഈ ലോകത്ത് പിന്നെ ഒന്നും ഉണ്ടാവില്ല.
പിന്നെ എല്ലാം നമ്മൾ നശിപ്പിച്ച് കളയേണ്ടി വരും. മനസ്സിലായി? കാരണം നമ്മൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളുള്ള ശ്രേഷ്ഠതയും അതിൻ്റെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ശുഷ്കമായ സൃഷ്ടികളും ഉണ്ടാവും. ഗുണരസബോധങ്ങളിലുള്ള ശ്രേഷ്ഠതയുണ്ട്, ശുഷ്കതയുണ്ട്. ഇതില്ല എന്ന് ഏതെങ്കിലും ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് അത് പ്രശ്നം വരുന്നത്. അത് റിയാലിറ്റിയാണ്. ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അതാ ശ്രേഷ്ഠതയുടെ ഭാഗമാണ്. സാംസങ്ങിൻ്റെ ഒരു ഫോണാണെങ്കിൽ, ഐഫോൺ ആണെങ്കിൽ, മനസ്സിലായി? അതേസമയം ചൈനയിൽ നിന്ന് ഇറങ്ങുന്ന 1000 രൂപയുടെ ഫോണും കിട്ടും. അതിനെ നിങ്ങൾ ശ്രേഷ്ഠമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതേ മേടിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയെ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ടുള്ള നമ്മുടെ സ്വതസിദ്ധമായ കഴിവാണ് വലിയ വലിയ ശ്രേഷ്ഠമായ കാര്യങ്ങൾ വലിയ ശ്രേഷ്ഠമായ കാര്യങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പ്രചോദനമാകുന്നത്. അല്ലെങ്കിൽ എല്ലാവരും കാട്ടുപന്നികളെ പോലെ ഇവിടെ ജീവിക്കും. അപ്പോൾ അതിന് മാത്രം തൊടാൻ സമ്മതിക്കാൻ പറ്റില്ല. അതുണ്ട്. അതും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പക്കാ മൃഗങ്ങളാണ്. അങ്ങനെ ഒരു ലോകം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ ഉള്ള നിങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും എടുത്ത് മാറ്റേണ്ടി വരും. കാരണം അത് ശ്രേഷ്ഠ സൃഷ്ടി ഗുണമുള്ള ആൾക്കാരുണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്കുള്ള പൈസ വെച്ചിട്ട് പോലും നിങ്ങൾ ഒരു ബെസ്റ്റ് സാധനം മേടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് ശ്രേഷ്ഠ സൃഷ്ടി ഗുണമുള്ളവരും ശ്രേഷ്ഠ ഗുണരസബോധമുള്ളവരും ഉണ്ടാക്കിയ സാധനങ്ങളെ നിങ്ങൾ മേടിക്കത്തുള്ളൂ കൂടുതലും. മനസ്സിലായി? പക്ഷേ പൈസ കുറവുള്ളവർ മാത്രമേ ചിലപ്പോൾ അതിൻ്റെ കുറഞ്ഞു പോകുള്ളൂ. പക്ഷേ പൈസ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും അതായിരിക്കും മേടിക്കുക. കാരണം നിങ്ങൾക്ക് എപ്പോഴും ക്വാളിറ്റി ഉള്ളത് വേണമെന്നൊരു ആഗ്രഹിക്കുക. അപ്പോൾ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുക എന്ന് പറയുന്നത് വേറെ വിഷയമാണ്. പക്ഷേ ക്വാളിറ്റിയെ നിങ്ങൾ സ്ത്രീയും പുരുഷനുമായിട്ടും നിറത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇത് കാണുന്നത് അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഈ പറയുന്ന പ്രിൻസിപ്പിൾ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് വേറൊരു ജാതി അവിടെ രൂപം കൊടുക്കുകയാണ്. ഉള്ളിൽ ഞാൻ സിംഹമാണ്, പക്ഷേ ശരീരത്തിൽ ഞാൻ പുരുഷനാണ്. ഉള്ളിൽ ഞാൻ സിംഹമാണ്, പക്ഷേ ശരീരത്തിൽ ഞാൻ സ്ത്രീയാണ്. ഉള്ളിൽ ഞാൻ പന്നിയാണ്, പക്ഷേ ശരീരത്തിൽ ഞാൻ പുരുഷനാണ്. ഉള്ളിൽ ഞാൻ പന്നിയാണ്, പക്ഷേ ശരീരത്തിൽ ഞാൻ സ്ത്രീയാണ്. ഇങ്ങനെയുള്ള ജാതികളും വരും. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? കാരണം ഇത് സാഹിത്യമാണ്, കലയാണ്, കഥ മാത്രമാണ്, റിയാലിറ്റി അല്ല. അപ്പോൾ ഒരു നാടിൻ്റെ വ്യവസ്ഥ പോലും പ്രശ്നം വരുന്നത് നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളെ ഗവൺമെൻറ് അത് ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് യാഥാർത്ഥ്യമാക്കി സ്ഥാപിക്കുന്നിടത്തു നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വ്യവസ്ഥ ശുദ്ധീകരിക്കണമെങ്കിൽ നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളെ ഒരിക്കലും ഒരു വ്യവസ്ഥയിൽ വെക്കാൻ പാടില്ല. ഒരു വ്യവസ്ഥക്കകത്ത് പഠിപ്പിക്കാനോ ആ വ്യവസ്ഥയുടെ ഭാഗമാക്കാനോ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ തിയറിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയേണ്ടി വരും. ക്വാണ്ടം ഫിസിക്സ് എടുത്ത് വലിച്ചെറിഞ്ഞ് കളയേണ്ടി വരും. ഇതൊന്നും കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇതൊന്നും നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഒരാൾ എഴുതി വെച്ച കഥ ഗവൺമെൻറ് ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റായിട്ട് സ്വീകരിച്ച് അത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അപ്പുറത്ത് 1000 പേര് നിൽക്കുകയാണ് പുതിയ കഥകളുമായിട്ട് വരാൻ. അപ്പോൾ എല്ലാവരും കഥകളുമായിട്ട് വന്നപ്പോൾ എല്ലാ കഥകളും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഇവിടെയാണ് ഒരു പൊതുകാര്യ വ്യവസ്ഥ പൊള്യൂട്ടഡ് ആവുന്നത്. അങ്ങനെയാണ്. സത്യവും സാഹിത്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അതായത് സത്തിൻ്റെ സായുടെയും തീൻ്റെ ഇടയിൽ ഒരു ഹായ് ഇടുന്നതാണ് സാഹിത്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ശാസ്ത്രവും കഥയും എന്നാണ് അർത്ഥം. ശാസ്ത്ര കഥ എന്നാണ് ശാസ്ത്ര സാഹിത്യം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. സയൻറ്റിഫിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ശാസ്ത്ര കഥ എന്നാണ് അർത്ഥം. കഥകളാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അവർ ഓൾറെഡി അതിൻ്റെ അത് പറയുന്നുണ്ടല്ലോ കഥയാണെന്ന്. എന്നിട്ടാണ് നിങ്ങൾ അത് വെച്ചിട്ട് വാദിക്കുന്നത്. കഥ പഠിച്ചിട്ടാണോ നിങ്ങൾ വാദിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളെങ്ങനെ മണ്ടന്മാരായിരിക്കുന്നു. നിങ്ങൾ കഥകളാണ് പഠിച്ചിരിക്കുന്ന ശാസ്ത്രത്തിൽ. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് ശാസ്ത്ര സാഹിത്യമാണ്, ഇത് ശാസ്ത്ര ലിറ്ററേച്ചറാണ് എന്ന് പറഞ്ഞാൽ ഒരു നോവലാണ്, കഥയാണ്, ഇല്ലാത്തതാണെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതാണോ നിങ്ങളെടുത്ത് വിശ്വസിക്കുന്നത് ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അപ്പോൾ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. എല്ലാ ജാതി വ്യവസ്ഥകളും ശരീരത്തിൻ്റെ അപ്പിയറൻസ് വെച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള വേർതിരിവുകളും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം ആദ്യം തുടങ്ങുന്നത് സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. സ്ത്രീയും പുരുഷനും യൂണിവേഴ്സലില്ല, ഗിവറും റിസീവറും മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ റിസീവറാണ്. ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ ഞാൻ റിസീവറാണ്. ആ പുസ്തകം എഴുതിയ ആളാണ് ഗിവർ. അപ്പോൾ യൂണിവേഴ്സൽ ഈ പ്രിൻസിപ്പിളേ ഉള്ളൂ. ഈ പ്രിൻസിപ്പിൾ ഒരു പ്രത്യുൽപാദന ജാതിയുടെ അടിസ്ഥാനത്തിൽ വരും. ഒരു പ്രത്യുൽപാദന ജാതിയാണത്. അങ്ങനെ വേർതിരിച്ച് നമ്മൾ പറയണം. പ്രത്യുൽപാദന ജാതി അതാണ് സ്ത്രീയും പുരുഷനും. ശരീരം, പ്രത്യുൽപാദന ശരീരജാതി, അങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ് ഡോക്യുമെൻറ്റിൽ വരേണ്ടത്. മനസ്സിലായി? പ്രത്യുൽപാദന ശരീരജാതി എന്നാണ് ഗവൺമെൻറ് ഡോക്യുമെൻറ്റിൽ ആക്കേണ്ടത്.
അപ്പോഴാണ് അത് സ്ത്രീയും പുരുഷനും മെയിലും ഫീമെയിലും മാനും വുമണും ആയി മാറുന്നത്. ഇത് നമ്മൾ ആകെ ഒരു പേരായിട്ടിരിക്കുന്നത് ലിംഗം. എന്താ ലിംഗത്തിൻ്റെ അർത്ഥം? എന്താ? ലിംഗത്തിന് പല അർത്ഥമുണ്ട്. അല്ലെങ്കിൽ പറയും ജെൻഡർ. ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതി എന്നാണ് അർത്ഥം. അത് പലതരത്തിലുണ്ട്. നമ്മളവിടെ സ്പെസിഫിക് ആയിട്ട് എഴുതണം. പ്രത്യുൽപാദന ശരീര ജാതി, റീപ്രൊഡക്റ്റീവ് ഫിസിക്കൽ ഐഡന്റിറ്റി, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ അത് കറക്റ്റായി, മെയിൽ ഫീമെയിൽ. അല്ല ജെൻഡർ എന്ന് മാത്രമാണ് എഴുതേണ്ടത്. അപ്പം ഇങ്ങനെ എല്ലാ വ്യവസ്ഥകളിലും പൊളിയൂട്ട് ചെയ്യുവാണ്. മനസ്സിലായി? കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ല ഉപയോഗിക്കുന്നത്, വാക്കുകളുമുണ്ട്. അതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്.